ഞാനിന്നൊരു കൊറിയൻ ചട്ടിച്ചോറ് ഉണ്ടാക്കാവുന്ന ഒരു പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബിബിംബാപ്പ് നാട്ടുകാരുടെ പേര് മിക്കവർക്ക് അറിയാം, മിക്കവർ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കംഫർട്ട് ഫുഡാണ്. നമ്മുടെ ചോറും പച്ചക്കറികളും മീറ്റെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ചട്ടിച്ചോറ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ 1-2 ഐറ്റംസ് കൊറിയൻ ഐറ്റംസ് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ആ സംഭവമൊക്കെ. അപ്പോൾ അതേതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു പച്ചക്കളർ ആപ്പിൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതുപോലെ മാറ്റി വയ്ക്കുക. അത് നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂണോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗാർലിക്കും ഒരു 2 ടീസ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ ഹണിയാണ് എടുത്തത്, അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ലെണ്ണ നമുക്കൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് നല്ല കുഴകുഴാന്നുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി വേണ്ടത് ഈ മെയിൻ സാധനമാണ്. ഇതിൻ്റെ പേരാണ് ഗുച്ചിൻജാൻ, ഒരു ഫെർമെൻറ്റഡ് ചില്ലി പേസ്റ്റാണ് കൊറിയൻസിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് റൈസ് വിനിഗർ, അതായത് 1 ടീസ്പൂൺ റൈസ് വിനിഗർ, 1.5 ടീസ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ, 1 ടീസ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തത്, കൂട്ടത്തിൽ നല്ലെണ്ണ ഒരു 1.5 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഈ പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാത്തിലും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഓണിയൻ, മഷ്റൂം, സ്പിനാച്ച്, അതുപോലെ തന്നെ സുക്കിനി, ക്യൂക്കുംബർ, ഇത്രയാണ് എടുത്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് ആദ്യത്തെ ഐറ്റം നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പിങ്ക് കളർ ആവണ പോലെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഓരോ പച്ചക്കറികളും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പക്ഷേ നമ്മുടെ സുക്കിനിലേക്ക് ഞാൻ കുറച്ച് ഫിഷ് സോസും ഒഴിച്ചിട്ടാണ് മാറ്റി വെച്ചത്. ഒരു 1/4 ടീസ്പൂണോളം ഫിഷ് സോസ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമ്മൾ ക്യാരറ്റും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പിനാച്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മുടെ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിനാച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തതും കൂട്ടത്തിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല മുൻപ്, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് മഷ്റൂമാണ്. മഷ്റൂം വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളം വലിയണ രീതിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് 1 ടീസ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തതും അതിൻ്റെ ഒപ്പം കുറച്ച് സോയ സോസ്, 1 ടീസ്പൂണോളം സോയ സോസും പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഷുഗർ അതും കൂടി ചേർക്കാം. പിന്നെ ഫിഷ് സോസാണ്, വീണ്ടും ഒരു 3-4 ഡ്രോപ്പ് ഫിഷ് സോസും കൂടി ചേർത്ത് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് വീണ്ടും കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ നേരത്തെ മാരിനേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് നല്ല ഫ്രൈ ചെയ്യുന്ന രീതിയിൽ കുക്ക് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അസംബ്ലിങ് പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് കുക്ക് ചെയ്തത് ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പൂക്കൾ വിരിക്കുന്ന പോലെ നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിൻ്റെ ഒപ്പം തന്നെ ബീഫ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നടുക്ക് താമരപ്പൂ വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബുൾസൈ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ ഗുജിൻജാൻ സോസും കൂടി ഇതുപോലെ മേലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിബിംബാപ്പ് റെഡി ആയിട്ടുണ്ട്.